ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളവരിൽ ആരും തന്നെ പുറത്തു പോയിട്ടില്ല. എന്നാൽ ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. ദ്വാരപാലക ശില്പപാളികളുടെ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് നടന്ന വാദത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയത്. കാരണം 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സ്വാഭാവിക ജാമ്യത്തിലേക്ക് ഈ കേസ് നീങ്ങിയത്. കട്ടിളപ്പാളി കേസിൽ ജാമ്യം കിട്ടിയാൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനായി കഴിയൂ. നിലവിൽ ദ്വാരപാലക കേസിലാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SITക്ക് ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി കൊടുത്തത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇനിയൊരു 3 ആഴ്ചക്കാലം എന്തായിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അകത്ത് കിടക്കേണ്ടി വരുമെന്ന് സാരം. കാരണം 3 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങാൻ കഴിയൂ. എന്തായിരുന്നാലും അടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെതിരെ എന്തായിരുന്നാലും ഈ കേസ് പൊതുവികാരം തിരിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതുകൊണ്ട് തിടുക്കപ്പെട്ട നീക്കങ്ങളാണ് നിലവിൽ നടത്തിപ്പോരുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാലത്തെയും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളോട് പറയുന്നത്. SIT വളരെ ഭംഗിയായ അന്വേഷണം നടത്തുന്നു, അന്വേഷണം തൃപ്തികരമാണ്. പക്ഷേ അതിനിടയിൽ ED നടത്തുന്ന അന്വേഷണം സംശയകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. EDയുടെ ക്രെഡിബിലിറ്റി ഇതിനു മുന്നേ തന്നെ നഷ്ടപ്പെട്ടതാണ്. മുഖ്യമന്ത്രിക്കെതിരായ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ പുറത്തായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് SIT ഭംഗിയായി അന്വേഷിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ED അന്വേഷണത്തിൽ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ കാണാൻ കഴിയും. ആരായിരുന്നാലും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരട്ടെ. തന്ത്രിയിലേക്കോ മന്ത്രിയിലേക്കോ ഒക്കെ അന്വേഷണം പോകട്ടെ. അന്വേഷണത്തിന് വഴി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ. SIT ആണ് അന്വേഷണം നടത്തുന്നതെന്നും സർക്കാർ അല്ല എന്നുള്ള കാര്യവും VN വാസവൻ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള റെയ്ഡ് തന്നെയാണ് ED ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണ കേസിലെ മുഴുവൻ പ്രതികളുടെ വീടുകളിലേക്കും ED റെയ്ഡ് നടത്തിയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലായി 21ഓളം കേന്ദ്രങ്ങളിൽ EDയുടെ പരിശോധനയും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ഷാഡോ എന്ന പേരിലാണ് ED റെയ്ഡ് നടത്തിയത്. കുറ്റകൃത്യങ്ങളിലൂടെ നേടിയ സ്വത്തുക്കളുടെ വിവരം തേടിയാണ് ഈ റെയ്ഡ് നടത്തുന്നതെന്നാണ് ED പറയുന്നത്. രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ പിടിച്ചെടുക്കാനും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പൂർണ്ണ വ്യാപ്തി കണ്ടെത്താനുമായിട്ടാണ് ഈ പരിശോധന നിലവിൽ നടത്തിപ്പോരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 10ലധികം ആളുകൾ ഇതിനോടകം തന്നെ ജയിലിൽ കഴിയുന്നു, പ്രതികളായിരിക്കുന്നുവെങ്കിലും പ്രമുഖരായ 5 പേർ കൂടി ഇനി ഉടനെ അറസ്റ്റിലായേക്കുമെന്ന സൂചനയാണ് കിട്ടുന്നത്. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ 3 പേരും കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2 പേരുമാണ് അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ നേരിട്ട് അറസ്റ്റ് ചെയ്യുകയോ എന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക. ഈ 5 പേരിൽ വളരെ പ്രമുഖരായ പലരും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് നിലവിൽ സൂചന കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി BJP പ്രവർത്തകർ എത്തിച്ചേർന്നതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മുൻ മന്ത്രിയും ഈ അന്വേഷണ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ദ്വാരപാലക ശില്പപാളികൾ 2025ലും വിറ്റതായി സൂചന കിട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രസാദിനെയും 2 ബോർഡ് അംഗങ്ങളെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ 5 പേരിൽ ഉൾപ്പെടുന്ന 3 പേർ ഇവരാണോ എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതായി സംശയം ബലപ്പെടുന്നു. സന്നിധാനത്തെത്തിയ SIT വാതിൽ പാളികളിൽ നിന്നും ഇന്ന് സാമ്പിൾ ശേഖരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത്. സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടോ എന്നതാണ് ആദ്യം പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. കഴിഞ്ഞ ദിവസം VSSCയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും SIT കൈപ്പറ്റുകയും പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ ഗുരുതരമായ പല പരാമർശങ്ങളും അതിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരിശോധനകൾക്കായി ഇന്ന് സന്നിധാനത്തെത്തിയത്. മറുഭാഗത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി EDയും രംഗത്തെത്തി. നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അടക്കം ചുമത്തി കേസെടുത്ത ED വ്യാപക പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. CPM നേതാക്കളായിട്ടുള്ള A പത്മകുമാറും വാസുവും മുരാരി ബാബുവും അടക്കമുള്ളവരുടെ വീട്ടുകളിൽ, അവരുടെ വസതികളിൽ ED സംഘം പരിശോധന നടത്തി. കേരളവും കർണാടകയും അടക്കം 21 ഇടങ്ങളിലാണ് ED പരിശോധന നടത്തുന്നത്. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണപ്പാളികൾ ഉരുക്കി കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, കടത്തിയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാട് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിച്ചു.
ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ നടപടിയായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അതായത് ECIR രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണം എവിടെ നിന്നാണ്, എവിടെ സൂക്ഷിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അതാണ് പ്രതികളെ നേരിട്ട് കണ്ട് ചോദ്യം ചെയ്ത് മനസ്സിലാക്കാൻ ഒരുങ്ങുന്നത്. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇഡി കടക്കുന്നുണ്ട്. ഇഡി കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണവും. അന്വേഷണത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിയാൽ സ്വത്ത് മരവിപ്പിക്കൽ നടപടിയിലേക്ക് അടക്കം ഇഡിക്ക് കടക്കാൻ കഴിയും. ഇന്ന് ഈ സമയത്ത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തിയത്. അതിന് പിറകെയാണ് ഇഡിയും കളത്തിലിറങ്ങിയത്. കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് SITയുടെ പ്രത്യേക സന്ദർശനം. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും വളരെ വിശദമായ തെളിവെടുപ്പാണ് സംഘം നടത്തിയത്.